വലിയൊരു ദുരന്തമാണ് മിനിങ്ങാന്ന് തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായത്. മിനിങ്ങാന്ന് രാത്രി ഒരു 7-7:45 കൂടി ഉണ്ടായ വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിൽ കഴിഞ്ഞ ദിവസം മരണസംഖ്യ ഉയർന്നിരുന്നു. 40 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അത് കുട്ടികളടക്കം 10 പേർ, അതിൽ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടു. അപ്പോൾ ഈ സംഭവത്തിൽ, കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVK സമർപ്പിച്ച ഹർജി ഇന്നിപ്പോ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ TVK റാലികളിൽ തടയണമെന്നാവശ്യപ്പെട്ട് പരിക്കേറ്റവരിൽ ഒരാൾ നൽകിയ ഹർജിയും കോടതിയുടെ പരിഗണനയിൽ വരും. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41 ആയിട്ടുണ്ട്. ആതിര സരസ്വത്താണ് വിവരങ്ങളുമായി ചേർന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന്. ആതിര, ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോ TVK സമർപ്പിച്ച ഹർജി ഇന്നിപ്പോ മധുരൈ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. TVK കുറെ കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ഈ റാലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ റാലിക്ക് നേരെ കല്ലേറുണ്ടായി എന്നും ആസൂത്രണമാണ് ഇതിനൊക്കെ പിന്നിലെന്നുമാണ് TVK പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്നാൽ TVK പൂർണ്ണമായും തള്ളുന്നുണ്ട്. സംസ്ഥാന സർക്കാരും ഒപ്പം പോലീസ് സേനയും ഒരു പിഴവും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവര്. അപ്പൊ ഈ ഹർജി എപ്പോഴാവും പരിഗണനയിലേക്ക് വരിക? ഇന്ന് തന്നെ ഇത് പരിഗണനയ്ക്ക് എടുക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? സിധു, ഗുഡ് മോർണിംഗ്. അതിനു മുമ്പ് ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നവരുടെ എണ്ണം 41 ആയിരിക്കുകയാണ്. കരൂർ സ്വദേശിയായിട്ടുള്ള സുഗുണയാണ് മരിച്ചിരിക്കുന്നത്. ഇനി TVK നൽകിയിരിക്കുന്ന ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുൻനിർത്തിയാണ് TVK ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാർ കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഇന്ന് പരിഗണിക്കും. പരിക്കേറ്റവരിൽ ഒരാൾ മറ്റൊരു ഹർജിയും നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ അതും ഇന്ന് പരിഗണിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന തരത്തിലാണ് സംസ്ഥാനത്ത് പല നേതാക്കന്മാരും പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് DGP പറഞ്ഞത് TVKക്ക് പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വലിയൊരു പിഴവ് വന്നിട്ടുണ്ട്. അവരുടെ സംഘാടനത്തിലെ പിഴവും വിജയ് വരാൻ വൈകിയതുമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് DGP പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിജയ് പരിപാടി സ്ഥലത്തേക്ക് എത്താൻ ഏകദേശം 8 മണിക്കൂറുകളോളമാണ് വൈകിയത്. ഉച്ചയ്ക്ക് തന്നെ എത്തിയ ജനങ്ങളാണ്. അവർ 7:30 വരെ നിന്നിരുന്നു. അവിടെ കൃത്യമായ രീതിയിൽ വെള്ളം എത്തിച്ചിരുന്നില്ല, ഭക്ഷണം എത്തിച്ചിരുന്നില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് നിർജ്ജലീകരണം ഉണ്ടാകാനും ജനങ്ങൾക്ക് ശരീരം തളർന്നു പോകാനും ഒക്കെ കാരണമായിട്ടുണ്ടായിരുന്നു എന്ന് DGP പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അരുണ ജസ്റ്റിസ് കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അവർ ഇന്നലെ സ്ഥലത്തെത്തി തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. പരിക്കേറ്റവരെ സന്ദർശിച്ചിരുന്നു. എന്തായാലും ആ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും വിജയ്ക്കെതിരെ നടപടി എടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം തീരുമാനമാകുക എന്ന് MK സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേതു. ഓക്കെ ആതിര, ശരി. ആതിര സരസ്വതാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല ഇതിപ്പം അവിടെ ഈ കരൂരിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും സന്ദർശനമൊക്കെ നടത്തുന്നുണ്ട്. ഇവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മധുര ബെഞ്ച് കേസെടുക്കുന്ന സമയത്ത് അറിയാം എന്തൊക്കെയാവും ഇനി കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്നുള്ളത്. കാരണം TVKക്കും ഇതൊരു ഒരാളുടെ മാത്രം പിഴവാണോ എന്ന് അറിയില്ല. എല്ലാവർക്കും ഇതിൽ ഏറെക്കുറെയൊക്കെ ഉത്തരവാദിത്തമുള്ളൊരു സംഭവമാണ്. കാരണം പോലീസിന് പൂർണ്ണമായിട്ട് ഇപ്പോൾ TVKയുടെ മേൽ മാത്രം ഇടാൻ പറ്റില്ല. കാരണം പോലീസ് നോക്കി നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് 25,000 പേർക്ക് സ്ഥലം കൊടുത്ത ഒരു ഗ്രൗണ്ടിൽ 40,000-40,000 പേരിൽ അധികം വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പോലീസ് ഒരു സജ്ജീകരണമൊക്കെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് TVK അറിയിക്കാൻ ബാധ്യസ്ഥമായിരുന്നു പോലീസ്. അക്കാര്യം ഒന്നും അറിയിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനു മുൻപ് ഇപ്പൊ വിജയ് മാത്രമല്ലല്ലോ, ഇതിനു മുൻപ് എത്രയോ സിനിമാ താരങ്ങൾ, ഇപ്പം NTRും MGRും വിജയകാന്തും ഒക്കെയും റാലികളൊക്കെ നടത്തുമ്പോഴപ്പോൾ കണ്ട ഒരു പരിചയം അവിടുത്തെ എല്ലാ സർക്കാരുകൾക്കും എല്ലാ മുന്നണികൾക്കും ഒക്കെയും ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തം കൂടി ഉണ്ടായിരുന്നു ഇതിനൊക്കെ പിന്നിൽ. എന്താണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ നടന്നു. 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടി സമീപകാലത്തൊക്കെ ഒരു റാലി നടത്തി ഇത്രയും പേരൊക്കെ മരണപ്പെടുന്നത് സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം കൂടിയാണ്. അപ്പോൾ കോടതി ഈ കാര്യത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം.